സഹിച്ചവരും യേശുവിന് വേണ്ടി സമൂഹത്തിൽ നിന്ന് തിക്താനുഭവങ്ങൾ അനുഭവിച്ചവരുമായ അനേക ദൈവമക്കളുണ്ട്. അവർ എല്ലാം സഹിച്ച് കഷ്ടതയിലും സന്തോഷത്തിലും പാടി ആനന്ദിച്ചു. തലമുറകൾ പലതും പിന്നിട്ടിട്ടും ഇപ്പോഴും പുതുമ നഷ്ടപ്പെടാതെ വിശ്വാസികളെ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ചില ഗാനങ്ങളുടെ പശ്ചാത്തലങ്ങളെയും രചയിതാക്കളെയും പരിചയപ്പെടുത്തുകയും അവർ രചിച്ച ഗാനങ്ങളിൽ ചിലത് ദൈവനാമ മഹത്വത്തിനായി IPC ഷാർജ വുമൻസ് ഫെലോഷിപ്പിലെ സഹോദരിമാർ ഇവിടെ ആലപിക്കട്ടെ. ഗാനങ്ങൾ ആസ്വദിക്കുകയും പാടുകയും ചെയ്യുന്ന എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുവിശേഷം പ്രസംഗിക്കുവാനായി KV സൈമൺ സാർ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും അനേകം ഭവനങ്ങളിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഇപ്രകാരം ഒരു ഭവനത്തിൽ താമസിക്കവേ യോഗത്തിന് പോകേണ്ട സമയമായി. അദ്ദേഹവും ഗ്രഹനാഥനും ഒരുങ്ങിക്കഴിഞ്ഞു. ആ ഭവനത്തിലെ ഗ്രഹനാഥ KV സൈമൺ സാറിനെ സൽക്കരിക്കുവാൻ വളരെ ബന്ധപ്പാടുകൾ സഹിച്ചു. ആ സഹോദരിയും വേഗം ഒരുങ്ങിയിറങ്ങുന്നതിന് തയ്യാറെടുപ്പുകൾ നടത്തി. സാറിനും കൂട്ടർക്കുമൊപ്പം പോകുന്നതിനുള്ള ധൃതിയിൽ കരിക്കലങ്ങൾ വേഗം കഴുകി ഒരുക്കി. ആ കരിമുരണ്ട കരങ്ങൾ കൊണ്ട് തന്നെ അറിയാതെ മുഖവും മിനുക്കി. പെട്ടെന്ന് വസ്ത്രങ്ങൾ അണിഞ്ഞ് ആ സഹോദരിയും അവരോടുകൂടെ പോകുവാനിറങ്ങി. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചമായതിനാലും തിരക്കു മുഖാന്തരവും കണ്ണാടി നോക്കി മുഖം മിനുക്കുവാൻ സമയം കിട്ടിയില്ല. ശുശ്രൂഷയുടെ ആധിക്യത്താൽ തളർന്ന ആ സഹോദരി പുറത്തിറങ്ങി വന്നപ്പോൾ ചൂട്ടുവെട്ടത്തിൽ സൈമൺ സാർ അവരുടെ കരിപുരണ്ട മുഖം കണ്ടു. അപ്പോൾ ആ സഹോദരിയോട് സാർ പാട്ടുരൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഹാ, കലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും നാഗനാഥൻ കടാക്ഷിക്കും നിന്റെ മേൽ. മലയാള ഭാഷ പഠിച്ച് മലയാളത്തിൽ അനേക ഗാനങ്ങൾ രചിച്ച അനുഗ്രഹീതനായ ഒരു ജർമ്മൻ മിഷണറി ആയിരുന്നു ഈ നാഗൻ സാഹിബ്. അനേകരോട് സുവിശേഷം അറിയിക്കുന്ന കൂട്ടത്തിൽ ഒരിക്കൽ ജയിലിൽ വധശിക്ഷ കാത്തുകിടുന്ന ഒരു വ്യക്തിയോട് താൻ സുവിശേഷം അറിയിക്കാനിടയായി. ആ നിമിഷത്തിൽ തന്നെ ആ വ്യക്തി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റെടുക്കുവാനിടയായി. വിധി നടപ്പാക്കുന്ന ദിവസം തൻ്റെ അന്ത്യാഭിലാഷമായി നാഗൽ സാഹിബിനെ ഒന്ന് കാണണമെന്ന് ആ വ്യക്തി പറയുവാനിടയായി. അതിവേഗത്തിൽ പോലീസ് വാഹനത്തിൽ നാഗൽ സാഹിബിനെ അവിടേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത ശേഷം ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു: ബ്രദർ, ഞാൻ പോവുകയാണ്. ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ നമുക്ക് അവിടെ വെച്ച് കാണാം. എന്നിട്ട് കൈ ഉയർത്തി പറഞ്ഞു: യേശുവേ, നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. വേദനയോടെ അന്ന് ഭവനത്തിൽ മടങ്ങിച്ചെന്ന് നാഗൽ സാഹിബ് ഇങ്ങനെ എഴുതി: സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യും. രാത്രിയിൽ
ജോൺ വർഗീസ്. ഒരിക്കൽ 16 ദിവസമോളം ഭവനത്തിൽ ആഹാരമില്ലാതെയായി. അവർക്കപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പട്ടിണിയുടെ നാളുകളിൽ 2 കുട്ടികളും ചേർന്ന് മാതാവിന്റെ പാൽ കുടിക്കുവാൻ തുടങ്ങി. 2 പേർക്കും ഒരുമിച്ച് പാൽ കൊടുക്കുവാനുള്ള ആരോഗ്യം അന്ന് തന്റെ ഭാര്യയ്ക്കില്ലായിരുന്നു. പ്രയാസത്തിന്റെ 8ാം ദിവസം കുഞ്ഞുങ്ങൾ പാൽ കിട്ടാത്തത് മൂലം നിലവിളിക്കുവാൻ തുടങ്ങി. അപ്പോൾ താൻ അർത്ഥബോധാവസ്ഥയിലായിരിക്കുന്ന ഭാര്യയുടെ മുഖത്തേക്കും കർത്താവിന്റെ മുഖത്തേക്കും നോക്കി താൻ ഭാര്യയുടെ നേർക്ക് വിരൽ ചൂണ്ടി പാടിയ ഗാനം അഴലേറും ജീവിത മരുവിൽ അന്ന് ഉടലെടുക്കുവാൻ ഇടയായി. യേശുവിനെ കണ്ടുമുട്ടിയത് മുതൽ വളരെ പ്രതികൂലങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ തന്നെ ഒരു മകനെ പോലെ സ്നേഹിച്ച ഒരാളായിരുന്നു തോമസ് ഏട്ടൻ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തോമസ് ഏട്ടൻ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു. തന്റെ സ്നേഹബന്ധം മുറിഞ്ഞുപോയല്ലോ എന്നോർത്ത് കണ്ണുകൾ നിറഞ്ഞൊഴുകി. എല്ലാവരും ഈ വാസസ്ഥലം വിടും. കാഹളം ധ്വനിക്കുമ്പോൾ വീണ്ടും ഒന്നിച്ചു ചേരും എന്നുള്ള പ്രത്യാശയാൽ എഴുതിയ ഗാനം ആണ് ഈ ഏകം വിട്ടുപോകിലും. ഷാരൻ വർഗീസിന്റെ സഹോദരനാണ് ഷെറിൻ വർഗീസ്. പ്രിയ ഷെറിൻ ഒരു പ്രീമച്ചുറായിട്ടാണ് ജനിക്കുവാനിടയായത്. ജനിച്ചപ്പോൾ മുതൽ ഫിക്സ് വരിക പതിവായിരുന്നു. ഈ പൈതൽ മുഖേന മാതാപിതാക്കൾ വിശ്വാസത്തിൽ കടന്നു വരികയും ചെയ്തു. പൈതൽ വളരുന്തോറും ബുദ്ധിമുട്ടായി കൂടിക്കൊണ്ടിരുന്നു. പല പ്രാവശ്യം മരണത്തോട് മല്ലടിച്ചിട്ടുണ്ട്. പ്രിയ ഷെറിന് ദൈവം നല്ല വിദ്യാഭ്യാസം നൽകി. എന്നാലും പല ബലഹീനതകളും ശരീരത്തിലുണ്ട്. ഷെറിന്റെ ബുദ്ധിമുട്ടുകൾ കണ്ട് വിഷമിക്കുന്ന സഹോദരൻ ഷെറിന് ദൈവം നൽകിയ ഗാനമാണ് സ്വർഗീയ ശില്പിയെ നേരിൽ കാണാം. you
അവനെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. പ്രിയ സഹോദരന്റെ സഹോദരിമാരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അതിൽ ഒരു സഹോദരിയെ മുറിയിൽ പൂട്ടിയിട്ടു. ചങ്ങല കൊണ്ട് കാലിൽ ബന്ധിച്ച് ദാരുണമായി ഉപദ്രവിച്ചു. പട്ടിണി കിടത്തി. മുറിയുടെ ചുവർ തുറന്ന് ദ്വാരമുണ്ടാക്കി മലമൂത്ര വിസർജനം ചെയ്യുവാനിടയായി. ചങ്ങലയിൽ കിടക്കുന്ന സഹോദരിയോർത്ത് പ്രിയ താരപ്പൻ ആത്മാവിൽ നിറഞ്ഞു പാടി. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഈ ലോകം നിൽക്കാൻ മതി എന്നുള്ള പ്രത്യാശ ഗാനം അന്ന് ഉടലെടുക്കുവാനിടയായി. This is a familiar song, so please sing along with us.